സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതെ, നിങ്ങൾക്ക് കൂടി പ്രയോജനമുള്ള ഒരു കാര്യത്തിന് ഞാൻ വന്നത്. എന്ത് കാര്യമാ? നിങ്ങൾ എന്റെ കൂടെ നിന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ല. ആന്റിയെ പോലെ കാര്യം കാണാൻ വേണ്ടി കാശ് തന്ന് ഞാൻ നിങ്ങൾ ഒഴിവാക്കില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗംഭീരമായി ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരും. 6 മാസം കൂടി കഴിഞ്ഞാലേ ഞാനൊരു മെഡിക്കൽ കോളേജിന്റെ മുതലാളിയാ. അവിടെ ഞാൻ നിങ്ങൾക്കൊരു ജോലി തരും. പിന്നെ ഇങ്ങനെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ഞാൻ ആരുടെ മുന്നിൽ കൈനീട്ടിയില്ലല്ലോ. എനിക്ക് അവകാശപ്പെട്ടത് അവര് കൊണ്ടു തരുന്നത്. ഈ അവകാശമൊക്കെ അവളുടെ ഡെലിവറി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ കറിവേപ്പില പോലെ അവർ നിങ്ങളെടുത്ത് പുറത്ത് കളയും. അതിനു മുമ്പ് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ കൈ കിട്ടുന്ന എന്തോ ഉറപ്പ്? അവളുടെ സ്വത്തിന്റെ അവകാശി അവനല്ലേ? ഷാനു എന്ന പേരിൽ ഇവിടെ അവതരിച്ച ആ തെമ്മാടി. നോക്ക്, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വരുന്നത്. അവനും അവരും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞു. ഇപ്പോ ഈ പണവും കൊണ്ടുവന്ന എന്റെ ആന്റി കളിച്ചത് നല്ല ഒന്നാം തരം നാടകം. അടിയോടെ നിങ്ങളെ വെട്ടിമാറ്റുന്നതിന് മുമ്പ് അവർക്കതിൽ പങ്കില്ലെന്ന് കാണിക്കാനുള്ള നാടകം. ഇപ്പൊ നിങ്ങളിതിൽ വീണ് പോയാലേ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല. ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. പണവും സ്വാധീനമുള്ളവർക്ക് എന്തോ ആവാലോ. ഞാൻ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഇങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം ഉള്ളത്? ഒന്നുമല്ലെങ്കിലും പൂജ സ്നേഹിച്ച പയ്യന്റെ ഉമ്മയല്ലേ നിങ്ങള്. അപ്പോ ആ ഒരു മര്യാദയെങ്കിലും ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? പൂജ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു സ്നേഹം തന്നെ. ഈ മണ്ടൻ കഥ കൊച്ചു പിള്ളേർക്ക് വല്ലതും പോയി പറഞ്ഞു കൊടുക്കും. പങ്കായം പിടിച്ചിട്ടില്ലെങ്കിലുവേ കടപ്പുറത്തെ പെണ്ണാ ഞാൻ. കയ്യിലില്ലെങ്കിലും മനസ്സിൽ നല്ല ഒന്നാം തരം തഴമ്പുണ്ട്. ഈ അഭ്യാസമൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ മോനെ. എനിക്ക് നിന്റെ ജോലിയും വേണ്ട, സഹായവും വേണ്ട. സൗഭാഗ്യങ്ങളുടെ സ്വർണ്ണമല മുന്നിലുള്ളപ്പം ആരെങ്കിലും മരുഭൂമിയിലെ മണലരിക്കാൻ പോവോ? പോയി നിന്റെ പണി നോക്കണേക്കാ. അനുഭവിക്കുമ്പോ നിങ്ങൾ പഠിച്ചോളും. ആ, ഞാൻ പഠിച്ചോളാം. വാ, ഞാൻ വിചാരിച്ചു ഇന്നലെ വരുമെന്ന്. ഇന്നലെ വരണോന്നാ വിചാരിച്ചത്. പക്ഷേ ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. ആ, എങ്ങനെയുണ്ട് പുതിയ ജോലിക്കാരി? ഭാഗ്യമെന്നേ പറയണ്ടു. നല്ല വിനയവും മര്യാദയും കൈപ്പുണ്യവും ഒക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരാളെ അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അത്ഭുതം. പൂജമോളുടെ സമയം കൊള്ളാം. അവളുടെ കൂടെ ദൈവം നിൽക്കല്ലേ. വാ. ആ, ക്ലാരമ്മേ. ക്ലാരമ്മയ്ക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? പൂജമോളുടെ അമ്മ കളക്ടർ മായമ്മയല്ലേ? അത്ഭുതം. ഇതെങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ചു. ഇത്രയും സ്നേഹത്തോടെ എന്നോട് ചിരിക്കാൻ വേറെ ആരാ ഉള്ളേ? പിന്നെ പൂജമോള് പറഞ്ഞ് അമ്മ എനിക്ക് നന്നായി അറിയാം. കഴിഞ്ഞതെല്ലാം മറന്ന് അമ്മയും മോളും ഒന്നിച്ചല്ലോ. വലിയ ദൈവാനുഗ്രഹം. എന്നാ ക്ലാരമ്മ ചെന്ന് മായമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ? ആ, നല്ല തങ്കപ്പെട്ട സ്ത്രീയാ. ഞാൻ പറഞ്ഞില്ലേ, പൂജമോളുടെ ഭാഗ്യം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടത്. വരൂ. അമ്മേ. സുഖാണോ മോളെ? അമ്മയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോ മോളെ. അമ്മേ. അയ്യോ, ഇതെന്താ ഒരു പുതിയ സാധനം? നറുനീണ്ടി സർബത്താ. കുറച്ച് പച്ചമരുന്നുകളും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഏത് ചൂടത്തും ദാഹം പമ്പ കടക്കും. അയ്യോ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ ജ്യൂസ് ഇരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇന്നൊരു ദിവസം ഇതെടുക്കാം. പൂജമോളുടെ അമ്മ വന്നിട്ടുണ്ടേ. അയ്യോ, കണ്ടേ കളക്ടർ എഴുന്നള്ളിയപ്പോ എന്താ പുതിയ വേലക്കാരിയുടെ സ്പെഷ്യല്?
ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ജ്യൂസ് കലക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല മോളെ. ദേ ഇവര് ഹൈറേഞ്ചിൽ നിന്നായിട്ട് കൂടോത്ര വെള്ളമൊക്കെ കുത്തിക്കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് മനുഷ്യനെ വശീകരിക്കാൻ. ഇതേ കൊടുക്കുമെന്ന്. ഇത് കൊടുത്ത ഇവർ ആളുകളെ വശീകരിക്കുന്നത്. ഇത്തിരി എടുക്കട്ടെ ഗോമതിക്ക്? അയ്യോ വേണ്ടായേ. ദേ, നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിൽ ചില രീതികളും മര്യാദകളും ഒക്കെ ഉണ്ട്. ഇവിടെ അതിഥികൾ വന്ന ഒന്നുകിൽ ചായ അല്ലെങ്കിൽ ജ്യൂസ്, അത് മതി. ദേ, ഇനി നിങ്ങളായിട്ട് പുതിയ പരിഷ്കാരങ്ങളൊന്നും വരുത്താൻ നിൽക്കണ്ട. അയ്യോ ഇത് നല്ല സാധനാ. മോള് വേണമെങ്കിൽ ഇത്തിരി കുടിച്ചു നോക്കിയേ. ശ്ശേ, എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് ഒടുക്കം മോഷ്ടിച്ച് കഴിക്കാൻ നിൽക്കരുത്. ഛേ, എന്താ ഇവിടെ ഇതുവരെ മായമോക്ക് ചായ ഇട്ടില്ലേ ക്ലാരമ്മേ? ചായ അല്ലമ്മേ, ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ സർബത്താ. അതിവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്നാ ഇവര് പറയുന്നേ. അതെന്താ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കുടിച്ച് ആ കളക്ടർക്ക് വല്ലത് പറ്റിപ്പോയാൽ ആര് സമാധാനം പറയും? നമ്മൾ കഴിക്കുന്ന പോലെയാണോ അതിഥികൾക്ക് കൊടുക്കുന്നത്? ഓ, അത് സാരമില്ല. അവര് നമ്മൾക്ക് അതിഥിയൊന്നും അല്ലല്ലോ, നമ്മുടെ കുടുംബാംഗമല്ലേ. എന്തായാലും ക്ലാരമ്മ ഉണ്ടാക്കിയതല്ലേ, ഞാൻ ആദ്യം രുചിച്ചു നോക്കാം. ഇത്തിരി ഇങ്ങോട്ട് തരൂ. മുത്തശ്ശി, എന്താ ദാ, മാറ്. കുടിച്ചു നോക്കാമേ. ആ. ഇത് കൊള്ളാലോ ക്ലാരമ്മേ. എന്താ ഇതിന്റെ പേര്? നറുന്നിന്റെ സർബത്ത്. ആ, മനസ്സിലായി. എന്തായാലും സംഗതി ഉഷാറാ. വേണമെങ്കിൽ കുറച്ചെടുത്ത് പിള്ളേർക്ക് കൊടുക്കാം. അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ. ശരി, വേണ്ടെങ്കിൽ വേണ്ട. ക്ലാരമ്മേ, ധൈര്യമായിട്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി പൂജയ്ക്കും മായയ്ക്കും കൊണ്ടുപോയി കൊടുക്കും. ഇതെന്തായാലും ഞാൻ കുടിക്കാൻ ഓ പോവാ. ശരി അമ്മേ. കഷ്ടം. നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് നടക്കാതെ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമ്മൾ തിരക്കിലാകുമ്പോ മനസ്സിലുള്ള കാലുഷ്യമൊക്കെ അത്രയും കുറഞ്ഞു കിട്ടും. കാലുഷ്യം. ദേ ഉള്ളത് പറയാലോ. വന്ന് മോളുടെ മുത്തശ്ശി അല്ല, പരമശത്രുവാ. ദേ മോളെ കുത്താൻ കിട്ടുന്ന ഒരവസരം പാഴാക്കാറില്ല. എല്ലാം പ്രതിപക്ഷത്തിന്റെ കൂടോത്രങ്ങളാ മോളെ, സൂക്ഷിക്കണം.